ഹായ് മൈ ഡിയർ മച്ചാന്മാരെ, ഇന്ന് ഭാര്യ വീട്ടുകാർക്ക് ഒരുപാട് സങ്കടവും എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഈ മുറിയും ഹാളുകളും വീട്ടുകാരും എല്ലാം ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. 5-8 മാസമായിട്ട് കളം വിട്ട ഒരാൾ ഇന്ന് തിരിച്ചു വരികയാണ്. ഒരാളായിട്ടല്ല, 2 പേരായിട്ട്. അതിൻ്റെ സന്തോഷമൊന്നും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലുതാണ്. പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭക്ഷണം അത് നമ്മുടെ മെയിൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ മാമനും അമ്മായിയും രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാനല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ. നെയ്ച്ചോറും ചിക്കൻ കറി. നോർമലി എപ്പോഴും ബിരിയാണിയാണല്ലോ, അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാമൻ്റെ ഒരു പൊളി നാടൻ നെയ്ച്ചോറും നല്ല ചിക്കൻ കറി. മാമനും അമ്മയും കൂടിയിട്ട് വീഡിയോ എടുക്കുന്നതിനിടയിൽ എനിക്ക് ട്രൗസർ അടിക്കുന്നുണ്ട്. അത് നൈസായിട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ കാണണ്ട നാളെ അല്ലേ എന്താ കഴുത്ത് തിരിഞ്ഞു പോയതാ? അത് SNDP യിലല്ലേ? ആ ഞാൻ കാർത്തിയാനിച്ചിട്ടുണ്ട്. SNDP യിൽ അവര് പോയി തോന്നുന്നു. ഞങ്ങൾ വരുന്നുണ്ട്, എടുത്തു വെക്കണം എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കാർത്തിയാനിച്ചിട്ട്. അങ്ങനെ നെയ്ച്ചോറും ഇറച്ചിക്കറിയും മാമനും അമ്മായും കൂടി തകർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാവിലത്തേക്കുള്ള ഭക്ഷണം കപ്പയും നല്ല മീൻകറിയും അത് അമ്മ ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അമ്മായും മാമനും യുദ്ധം തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഇടയിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ചടങ്ങുകൾ, പരിപാടികൾ ഏതും ആവട്ടെ, കസേര, പാത്രം, അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ലഭിക്കുന്ന സ്റ്റോർ ഇവിടെ കരിപ്പോട് തന്നെയുണ്ട്. റിജുബ സ്റ്റോർ. കസേരയും ടേബിളും പാത്രങ്ങളും ഒന്നും കൂടാതെ തന്നെ പരിപാടിയിലേക്ക് ആവശ്യമായ ഭക്ഷണവും ഇവർ തന്നെ റെഡിയാക്കി തരും. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ചുവടെ കൊടുക്കുന്നതാണ്. അപ്പോഴേക്കും ഏട്ടനും ഏട്ടത്തും എത്തി. അങ്ങനെ ഏട്ടനെ മാമൻ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെ കാര്യം ഓർത്തത്. വെന്ത് പോകാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഓർത്തതല്ല, നെയ്ച്ചോറിൻ്റെ മണം ചെമ്പിലും തവിയിലും ഒക്കെ തട്ടി തലോടി അങ്ങ് സിറ്റ് ഔട്ടിലെത്തി. അതുകൊണ്ട് തന്നെ മാമൻ ട്രാഫിക് സിനിമയിലെ ആസിഫ് അലീനെ പോലെ ഓടി അങ്ങ് അടുപ്പിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് കുഞ്ഞപ്പൻ കൊച്ചച്ചാന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. പോയി നോക്കിയതേ ഓർമ്മയുള്ളൂ. ഒരുപാട് കാലം പിന്നിലേക്ക് പോയി. മറ്റൊന്നുമല്ല, നൊസ്റ്റാൾജിയ. 90s കുട്ടിക്കാലം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കുട്ടിക്കാലത്തെ പലർക്കും ഇതൊന്നും അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല. അതുപോലൊരു കുട്ടിക്കാലം ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അത്ര മനോഹരമായിരുന്നു. ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്ക. എന്താ സംശയം? പന്തല കസേര, മേശ, അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? എന്നെ നോക്കല്ല. ഈ കേശവനോട് പോയി ആര് പോഞ്ഞിക്കരോ? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ഫുഡിന്റെ പരിപാടിയൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവര് വൈഫും കൊച്ചും അമ്മയും അമ്മമ്മയും അച്ചാച്ചനും എല്ലാവരും വന്നു. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് അമീർക്കയും വൈഫിൻ്റെ അച്ഛനും അവരുടെ ഫ്രണ്ട്ഷിപ്പും. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വൈഫ് കുഞ്ഞായിരുന്ന സമയത്ത് അവളെ കൂട്ടിക്കൊണ്ടുവന്നതും ഈ അമീർക്ക തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ അംബാസിഡർ കാറിൽ. അതൊക്കെ മറക്കാനാവാത്തൊരു ഓർമ്മകൾ തന്നെയാണെന്ന് അമീർക്ക പറയുകയുണ്ടായി. അങ്ങനെ വീട്ടുവിനെയും അവളെയും എല്ലാവരെയും കണ്ടതോടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അത് അവരവരുടെ മുഖത്ത് തെളിഞ്ഞ് കാണാം. വാക്കുകളാൽ നമുക്കത് വിസ്മരിക്കാൻ പറ്റില്ല. അത്രയേറെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു. അങ്ങനെ മാമൻ്റെ പുറകിലെ ആദ്യമായിട്ട് വീട്ടു അവൻ്റെ വീട്ടിലെത്തി. അവനെ ഒന്ന് കാണുവാനും കളിപ്പിക്കാനുമായിട്ട് അവൻ്റെ ആൻറ്റിയും മാമനും എല്ലാവരും കാത്തിരിക്കുമായിരുന്നു.
വീട്ടുവിൻ്റെ പുറകെ അവൻ്റെ സാധനങ്ങളായിട്ട് എൻ്റെ അമ്മയും അമ്മമ്മയും ആൻറ്റിമാരും ഏട്ടന്മാരും മാമന്മാരും അച്ഛനും എല്ലാം പുറകെ വന്നു. തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നെങ്കിലും അമ്മയുടെ വീട്ടുകാർക്ക് ഒരുപാട് സങ്കടമായിരുന്നു അവനെ ഇന്ന് കൊണ്ടുവിടുന്നത് കൊണ്ട്. അവനെ മാത്രമല്ല അവളെയും. ഒരുപാട് ദിവസം വീട്ടിലുണ്ടായിട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിഷമം അതില്ലാത്തപ്പോഴും എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ചെക്കനെത്തിയപ്പോഴത്തേക്കും എല്ലാവരും അവൻ്റെ വട്ടം കൂടി മാറി മാറി ഓരോരോ ആൾക്കാർ വന്ന് കളിപ്പിക്കാൻ തുടങ്ങി. ഏട്ടത്തിയും അമ്മയും കുഞ്ഞപ്പനും അമ്മയും എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഓർമ്മ വന്നത്. ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇല മുറിക്കണ്ടായി. അങ്ങനെ നേരെ പറമ്പിലേക്ക് വെച്ച് പിടിച്ചു. കുറച്ച് ദിവസം മുമ്പൊക്കെ നല്ല മഴയായതുകൊണ്ട് അധികം ഇലയും കീറിപ്പോയായിരുന്നു. പക്ഷെ നമുക്കുള്ള ഇല നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തമാശകളൊക്കെ നിറഞ്ഞ അടുക്കള പരിപാടിയെല്ലാം നിർത്തിവെച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരുക്കമായി. എല്ലാവരും വിളിച്ചിരുത്തി. അങ്ങനെ മാമനും രജീഷേട്ടനും ജോമിയും അച്ഛനും എല്ലാവരും ചോറ് കൊടുക്കുന്ന നല്ല തിരക്കിലായി. ആ ഗ്യാപ്പിൽ വല്യച്ഛനും വല്യമ്മയും കൂടി കൊച്ചിനെ കളിപ്പിക്കാൻ തുടങ്ങി. കൂടെ കുഞ്ഞപ്പനും. എന്റെ വീട് ഇങ്ങനെ അല്ലല്ലോ ഉണ്ട്. അങ്ങനെ വല്യച്ഛൻ്റെ കുടുകുടുവിന് ശേഷം അമ്മയും അമ്മമ്മയും എല്ലാവരും മാറി മാറി വന്ന് കളിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ച ശേഷം മെല്ലെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പോകുന്ന ഓരോരാളുടെ മുഖത്ത് വന്ന ആ സന്തോഷം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വരാനും പോകാനുമുള്ള സൗകര്യം ഇക്കാലത്തുള്ളതുകൊണ്ട് എപ്പോൾ വേണേലും വന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്മയെ വണ്ടി കയറ്റി വിട്ടു. അങ്ങനെ ഒരു ഭാഗത്ത് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണുന്നത്. ഭക്ഷണം കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും, സ്വാഭാവികം. അങ്ങനെ ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. സന്തോഷം തന്നെ, ഒന്നും പറയാനില്ല. അങ്ങനെ വിഷമത്തോടെ സന്തോഷത്തോടെ അവർ യാത്ര ചെയ്തു. അങ്ങനെ അവർ പോയതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളവരോടെല്ലാം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് കയറ്റി. എല്ലാവർക്കും ചോറും കറിയൊക്കെ വിളമ്പി കൊടുത്ത ശേഷം അച്ഛൻ മെല്ലെ പോയി കിടന്നുറങ്ങി. ഭക്ഷണത്തെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, മാമനെ പോലെ തന്നെ സൂപ്പറാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ഓരോരുത്തരായിട്ട് വീണ്ടും പോയി വീട്ടുവിനെ കാണാനും കളിപ്പിക്കാനും. താത്തമ്മ കുഞ്ഞിനെ നോക്കാൻ വരുന്നില്ലേ? ഇല്ലേ, ഇന്നലെയല്ലേ ചോറും ഞാൻ കൊണ്ടുവന്നോളാന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളും ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളപ്പോഴാണ് വീട് ശരിക്കും ഒരു വീടാവുന്നത് അല്ലേ? ഹലോ ഗൈസ്, സർപ്രൈസുമായിട്ട് അച്ഛ വന്നിരിക്കുന്നു. നിങ്ങളെ കാണുന്നില്ല. കുഞ്ഞാവ് വീഡിയോ അല്ലേ? അപ്പൊ കൈയൊക്കെ കുറച്ചാണ്. ഹാപ്പി ബർത്ത്ഡേ. ലൈറ്റെല്ലാം പക്ഷെ ഇതിലല്ലാതെ നല്ല ലൈറ്റ് ഉണ്ട്.
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു അതൊക്കെ കറക്റ്റ് ടൈമില് പോസ് ഇതിട്ട് ഇങ്ങനെ ഉണ്ട് ഇതിലിട്ട് അതിലുണ്ട് മതിയില്ലേ? ചേച്ചി കൊടുക്കട്ടെ, നിനക്ക് തിന്നാനായിട്ട്. അമ്മായി നൈസായിട്ട് ചെറുതായിട്ട് എനിക്ക് കേക്ക് കിട്ടിയതാ. ഉണ്ട്. കിട്ടിയെന്നാ, ഇപ്പൊ ഉണ്ട്. തരുമ്പോ പിന്നെ അങ്ങനെയല്ലേ രസമുണ്ട് രീതിയിൽ വേണ്ടി ഞാൻ കുഞ്ഞാവേ എനിക്ക് കേക്ക് മേടിച്ചു തന്നെ കുഞ്ഞു എന്താ എന്ത് അച്ഛൻ എല്ലാവർക്കും കൊടുക്കുന്നല്ലേ കണ്ടോ കേക്ക് കേക്ക് അച്ഛൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ചേച്ചി കണ്ടു അച്ഛൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മോള് പണിക്ക് ഞാൻ മേടിച്ചു ചേട്ടാക്കി കിട്ടി. ഇങ്ങനെ ഒരു പരിപാടി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കേക്കൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച ശേഷമാണ് ശരിക്കും ബർത്ത്ഡേയുടെ കാര്യം ഓർത്തത്. ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്.